LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതോടെ EP ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ നീരസം പരോക്ഷമായി പ്രകടമാക്കിയാണ് EP-യുടെ കണ്ണൂരിലേക്കുള്ള മടക്കം. പാപ്പിനിശ്ശേരി അരോളിയിലെ വീട്ടിലെത്തിയ EP ജയരാജൻ പറയാനുണ്ടെങ്കിൽ അറിയിക്കാം എന്ന ഒറ്റവരി പ്രതികരണം മാത്രമാണ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ ഒന്ന് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള യോഗം. നിർണായകമെങ്കിലും EP ജയരാജൻ തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് തിരിച്ചു. രാവിലെ 8:45 മട്ടന്നൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി. അപ്പോഴേക്കും LDF കൺവീനർ സ്ഥാനത്തു നിന്നും EP ജയരാജനെ മാറ്റാൻ CPIM തീരുമാനിച്ചുവെന്ന വാർത്ത റിപ്പോർട്ടർ TVയിലൂടെ ലോകമറിഞ്ഞു. 10 മണിയോടെയാണ് പാപ്പിനിശ്ശേരി അരോളിയിലെ വീട്ടിലേക്ക് EP ജയരാജൻ എത്തുന്നത്. വാഹനം ഗേറ്റ് കടന്ന് അകത്തേക്ക്. സാധാരണ രീതിയിലുള്ള കുശലാന്വേഷണങ്ങളില്ല. EP-യുടെ മുഖത്ത് ഗൗരവം മാത്രം. ഒറ്റവരിയിൽ പ്രതികരണം. രാജിവെച്ചു അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ? എന്തെങ്കിലും പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. ഇപ്പോൾ ഒന്നും പറയാനില്ല. വൈകുന്നേരം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം EP ജയരാജൻ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതും ഉണ്ടായില്ല. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയിരിക്കും EP-യുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. CPIM രാഷ്ട്രീയത്തിലെ വമ്പന്മാരിൽ മുൻപനായിരുന്നു EP ജയരാജൻ. പാപ്പിനിശ്ശേരി അരോളിയിലെ വീട്ടിൽ സംഭവ വികാസങ്ങൾ പുറത്തു നടക്കുമ്പോൾ ഒറ്റവരിയിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയതോടെ ഇനി രാഷ്ട്രീയ വിശ്രമത്തിലേക്കോ എന്നതാണ് ചോദ്യം. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.